നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെരമ്യാ പ്രവചനം 49 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അമ്മോന്യരെ കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേലിന് പുത്രന്മാരില്ലയോ? അവന് അവകാശിയില്ലയോ? പിന്നെ മൽക്കോം ഗാദിനെ കൈവശമാക്കി അവൻ്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നത് എന്ത്? ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബയിൽ യുദ്ധത്തിൻ്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും, അതിൻ്റെ പുത്രീ നഗരങ്ങളും തീപിടിച്ച് വെന്തുപോകും. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹെശ്ബോനെ മുറയിടുക, ഹായ് ശൂന്യമായി പോയി. രബ്ബയുടെ പുത്രീ നഗരങ്ങളെ നിലവിളിപ്പീൻ, രട്ടുടുത്ത് കൊൾവീൻ, വിലപിച്ചുകൊണ്ട് വേലികൾക്കരികെ ഉടന്നു നടപ്പീൻ. മൽക്കോമും അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നേരെ വരും എന്ന് പറഞ്ഞ് തൻ്റെ ഭണ്ഡാരങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗിനിയായ പുത്രി, താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നതെന്തിന്? നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു. ഇതാ, നിന്റെ ചുറ്റുമുള്ള എല്ലാവരിലും ഞാൻ നിനക്ക് ഭയം വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ ചൊവ്വിന് ചെതറിപ്പോകും. ഉഴന്ന് നടക്കുന്നവരെ കൂട്ടിച്ചേർപ്പാൻ ആരും ഉണ്ടാകയില്ല. എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. 49 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അമ്മോന്യരുടെ ന്യായവിധിയാണ്. 7 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഏദോമിൻ്റെ ന്യായവിധിയും 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ദമ്മശേക്കിൻ്റെ ന്യായവിധിയും 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ കേദാർ, ആസോർ തുടങ്ങിയ രാജ്യങ്ങളുടെ ന്യായവിധിയും അതുപോലെ 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഏലാമിൻ്റെ ന്യായവിധിയുമാണ്. മൽക്കോം ഗാദിനെ കൈവശമാക്കിയെന്നും അവൻ്റെ മക്കൾ അവിടെ പാർക്കും എന്നുമാണ് 1-ാം വാക്യം പറയുന്നത്. മൽക്കോം എന്നുള്ളത് അമ്മോന്യരുടെ ദേവനാണ്. വിഗ്രഹാരാധികളായ ഗാദ് ഗോത്രങ്ങൾ മൽക്കോമിൻ്റെ വിഗ്രഹം സ്ഥാപിക്കുകയും അമ്മോന്യരെ തങ്ങളുടെ പട്ടണങ്ങളിൽ, ഗാദ് ഗോത്രത്തിൻ്റെ പട്ടണങ്ങളിൽ ആർപ്പിക്കുകയും ചെയ്ത കാര്യമാണിത്. അമ്മോന്യരുടെ മറ്റൊരു പാപം ധനത്തിലും കാർഷിക അഭിവൃദ്ധിയിലും അവർ നിഗളിച്ചു എന്നുള്ളതായിരുന്നു. അതാണ് 4-ാം വാക്യം പറയുന്നത്. തൻ്റെ ഭണ്ഡാരങ്ങളിൽ ആശ്രയിക്കുന്ന വിശ്വാസത്യാഗിനി. തന്മൂലം രബ്ബ, ഹെശ്ബോൻ, ഹായി തുടങ്ങിയ അമ്മോന്യ പട്ടണവാസികൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് മാത്രം ദൈവം അവരെ സ്വതന്ത്രരാക്കും. 7 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് ഏദോമിൻ്റെ പാപത്തെയാണ്. അവരുടെ ഹൃദയത്തിലെ അഹങ്കാരമായിരുന്നു അവരുടെ പാപമെന്ന് 16-ാം വാക്യം പറയുന്നു. കടുകനെപ്പോലെ ഉയർന്ന സ്ഥലത്ത് വസിച്ചുകൊണ്ടായിരുന്നു അവർ ഇസ്രായേലിനെ ഉപദ്രവിച്ചിരുന്നത്. എന്നാൽ ദൈവം അവരുടെ പട്ടണങ്ങളായ തേമാൻ, ദദാൻ, ബൊസ്ര തുടങ്ങിയ പട്ടണങ്ങളെ സോദോം ഗോമോറയെ പോലെ നശിപ്പിക്കും എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ദമ്മശേക്കിൻ്റെ, അതായത് അരാമിൻ്റെ തലസ്ഥാനമായ ദമ്മശേക്കിൻ്റെ ന്യായവിധിയാണ്. ഇസ്രായേലിനെ പലപ്പോഴും ഉപദ്രവിച്ചിട്ടുള്ളവരാണ് ഈ ദമ്മശേക്കുകാർ അല്ലെങ്കിൽ അരാമ്യർ. അവരുടെ പട്ടണങ്ങളായ ഹമാത്തും അർപ്പാദും ഉൾപ്പെടെ ദൈവം തകർക്കും എന്നാണ് അവർക്കുള്ള ദൂത്. 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കേദാരിനെയും ഹാസോർ രാജ്യങ്ങളെയും കുറിച്ച് ദൈവം അവരെ നശിപ്പിക്കുമെന്നാണ്. അവരും പലപ്പോഴും ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരോട് കൂട്ടുകൂടിയവരാണ്.
34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഏലാമിനെ കുറിച്ചാണ്. ഏലാം നോഹയുടെ മൂത്ത മകൻ ശേമിൻ്റെ മകനായിരുന്നുവെന്ന് ഉൽപ്പത്തി 10:22 അബ്രഹാമിൻ്റെ കാലത്ത് ഏലാം രാജാവായ കെദാർലയോമർ കനാൻ ആക്രമിച്ച കാര്യം ഉൽപ്പത്തി 14:1 ഏലാമ്യര് യുദ്ധപ്രിയരും കവർച്ചക്കാരുമായിരുന്നു. അവരുടെ മുഖ്യബലം വില്ലായിരുന്നുവെന്ന് 35 വാക്യത്തിൽ ഉണ്ട്. അവരെയും ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ അധ്യായം അവസാനിക്കുന്നത്. എന്നാൽ അവർ മാനസാന്തരപ്പെടുന്നതിനാലാകാം ഒരിക്കൽ പ്രവാസം മാറ്റും എന്നും ദൈവം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ജനത്തെ ഉപദ്രവിച്ച വലിയ ജാതികളെ മാത്രമല്ല, ചെറിയ ആളുകളെ പോലും മറക്കാതെ അവരെ ശിക്ഷിക്കുകയാണ്. മാത്രവുമല്ല, വിഗ്രഹാരാധനയിൽ രസിച്ചുകൊണ്ട്, അബദ്ധത്തിൽ രസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ ഒരിക്കൽ ദൈവം ശിക്ഷിക്കാതിരിക്കുകയില്ല. അതുപോലെ തങ്ങളുടെ ധനസമൃദ്ധിയിൽ ദൈവമാണ് നമുക്ക് മഴ തരുന്നത്, സൂര്യപ്രകാശം തരുന്നത്, ദൈവമാണ് നദികളെ തരുന്നത്, ദൈവമാണ് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്. അതുകൊണ്ട് ആ സൃഷ്ടാവായ ദൈവത്തോട് നന്ദിയുള്ളവരാകാൻ സകല ഭരണാധികാരികൾക്കും സകല പ്രജകൾക്കും കടമയുണ്ട്. അവരത് ചെയ്യാതിരുന്നാൽ ദൈവം കുറേയൊക്കെ ക്ഷമിക്കും. എന്നാൽ തീർച്ചയായിട്ടും ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ദൈവം ഇടപെടും, യാതൊരു സംശയവുമില്ല. അതാണ് നമുക്ക് ഈ 49 അധ്യായം നൽകുന്ന സന്ദേശം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.